ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ നല്ലൊരു ഹല്ലേലൂയ. അല്പനിമിഷം ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. We love you, Father. ഒരുമിച്ച് ചില ഗാനത്തിന്റെ ഈരടികൾ പാടി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ. ചേർന്ന് എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ. ഉലകവേയിൽ കൊണ്ടും ഞാൻ പാടി വീഴാതോടുവാൻ, ഉലകവേയിൽ കൊണ്ടും ഞാൻ പാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്താലുണ്ടു താൻ, തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്താലുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും. ഒരിക്കൽ കൂടെ ചേർന്ന് എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും. ഭാരമുള്ളിൽ ഒരിക്കൽ കൂടെ ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർന്ന്. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെ. ഒരുമിച്ച് സഭ ഒരുമിച്ച് പാടി ശബ്ദം ഉയർത്തി. ഇന്നലെയും ഇന്നും എന്നും. ഒരിക്കൽ കൂടെ ഭാരമുള്ളിൽ നേരമെല്ലാം, ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും മാർവിലെന്നെ, ഓ സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും എന്നും നല്ലവൻ യേശു, ഇന്നലെയും എന്നും നല്ലവൻ. ആശ്രയിപ്പാനെനിക്കെന്നോ സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യൂ പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ
എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്റെ കരുതും എന്നെ കരുതും എന്ന് പുലർത്തും എന്നും പുലർത്തും. എന്റെ ആവശ്യങ്ങൾ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ നിഴലിൽ ശബ്ദം ഉയർത്തി ആശ്രയിപ്പാൻ എനിക്കെന്നോ സർവശക്തനുടെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നോ സർവശക്തനുടെയുണ്ട്. കാണാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ അരികിലൂടെ ചേർന്ന് ആശ്രയിപ്പാൻ സർവശക്തൻ ഒരുമിച്ച് ചേർന്ന് പാടിയാട്ടെ. ആശ്രയിപ്പാൻ ഇന്ന് പകൽ നിന്റെ കൂടെ യേശുവുണ്ടെന്ന് ഇന്ന് പകൽ ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വരികൾ ചേർന്ന് പാടി. യാത്ര ചെയ്യും പ്രത്യാശയോടെ യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരി മതിയായവൻ. യേശു 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 യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. ഇരുൾ നമ്മെ മൂടിടും ഇരുൾ നമ്മെ മൂടിയിടുമ്പോ ലോകവെളിച്ചമായവനണയും. രോഗികളായിടും രോഗികളായിടുമ്പോ സൗഖ്യദായകൻ അവൻ കരുതും. ചേർന്ന് ഇരുൾ നമ്മെ മൂടിടുമ്പോ ഇരുൾ നമ്മെ മൂടിയിടുമ്പോ ലോകവെളിച്ചമായവനണയും. രോഗികളായിടുമ്പോ സൗഖ്യദായകൻ അവൻ കരുതും. അവനാലയത്തിൽ സ്വർഗമന്മകളാ അവനാലയത്തിൽ സ്വർഗമന്മകളാ നമ്മെ നിറച്ചിടും അനുദിനവും. നമ്മെ നിറച്ചിടും അനുദിനം. അക്കരങ്ങളെ ഉയർത്തി യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതി. വിശ്വസിക്കുന്നവരൊരിക്കൽ യേശു
യേശു യേശുവാണിലും വലിയ യേശു ഓ യേശു യേശുവായി മതിയായ യേശുവായി മതിയായ യേശുവായി മതിയായ യേശു ആരിലും മതിയായവനെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം അക്കരങ്ങളെ തട്ടി അല്പനിമിഷം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എന്നെ വിടുവിച്ച, നിന്നെ സ്നേഹിച്ച, നിന്നെ കരുതിയ ആ പ്രാണപ്രിയന്റെ സ്നേഹത്തെ ഇന്ന് പകൽ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ ഉയർത്തുവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മെപ്പോലെ കഴിവുള്ളവർ, ബലമുള്ളവർ, ആരോഗ്യമുള്ളവരെല്ലാം ഇന്ന് പകലത്തെ പ്രഭാതം പോലും കാണുവാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചതിന്റെ ഒറ്റ തെളിവായി ഇന്ന് പകൽ നമ്മെ കൊണ്ടുപോയി പരിശുദ്ധാത്മാവ് നിർത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് ആരാധന കൊടുത്താൽ അല്പനിമിഷങ്ങൾ അക്കരങ്ങൾ ഉയർത്തി കരങ്ങളെ വീശി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. We love you, Father. ഞാനൊരു കാര്യത്തിൽ ഉറപ്പ് നൽകാം. പ്രസംഗം കേൾക്കുന്നതിന് മുൻപേ ശക്തമായ മനസ്സ് തുറന്ന് ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ, ഹൃദയത്തെ പൂർണ്ണമായി യേശുവിലേക്ക് സമർപ്പിച്ച് ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ, ഞാൻ പറയാം, സൗഖ്യം എൻ്റെ യേശു നിന്റെ മേൽ അയക്കുവാനിടയിൽ തീരും. ആർക്കൊരു സന്തോഷമില്ല? വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഉറപ്പോടെ അഭിമാനത്തോടുകൂടെ പറയുവാൻ കഴിയും, ആരാധിക്കുമ്പോൾ തന്നെ കർത്താവ് വിടുതലയക്കും, ആരാധിക്കുമ്പോൾ തന്നെ കർത്താവ് സൗഖ്യം അയക്കും. നീ മടങ്ങി നിന്റെ ഭവനത്തിൽ ചെല്ലുന്നതിന് മുൻപേ കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തീരും. എനിക്ക് പുറകിൽ നിൽക്കുന്ന സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല. അവർ മാത്രം ചേർന്നൊരു കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ, അല്പം കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. വഴിയൊരുക്കും അവനാടികളിൽ എൻ വലം കൈ പീഡിച്ചെന്നെ വഴി നടത്തും. ഈ പാട്ട് എത്ര പേർക്ക് അറിയാം? വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ്. എനിക്കറിയാം ഈ പാട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മൾ ഒരുമിച്ച് അതിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാനുള്ള ചില വരികൾ അതിനകത്തുണ്ട്. ഇന്ന് പകൽ അത് വിശ്വസിച്ച് ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ കർത്താവ് വലിയ വിടുതൽ ചെയ്യുവാനിടയിൽ തീരും. ചെറുതുരാമൻ പറഞ്ഞാട്ടെ, ഉറപ്പോടെ ഞാൻ പറയുക, പക്ഷെ രക്ഷിക്കുവാൻ ഒരുവനെ മാത്രമേ കഴിയത്തുള്ളൂ, അതിൻ്റെ യേശുവിന് മാത്രമാണ്. എനിക്കിങ്ങനൊന്നും പാടാൻ അറിയത്തില്ലായിരുന്നു. 2 വാക്ക് സ്റ്റേജിൽ നിന്ന് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ വിൽക്കുമായിരുന്നു. എൻ്റെ ക്ലാസ് മുറിയിൽ പഠിക്കുന്ന സമയത്ത് പോലും നന്നായി സംസാരിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല. ഒരു എസ്സേ ചോദിച്ചാൽ പോലും മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ യേശുവിന് വേണ്ടി 10,000-ലധികം വാക്കുകൾ പറയുവാൻ ആയിരക്കണക്കിന് മുമ്പിൽ എൻ്റെ യേശു എൻ്റെ നാവിന് ബലം നൽകിയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ കഴിവിനെ മാറ്റുവാൻ പോകുകയാ. ആരോഗ്യമുള്ളവനായി, സ്നേഹമുള്ളവനായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തുവാൻ പോകുകയാണ്. ഒരുമിച്ച് ഈ വരികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരും അലക്ഷ്യമായിരിക്കാതെ കരങ്ങളെ തട്ടി കണ്ണുകളെ അടച്ച് ആത്മബോധത്തോടുകൂടെ ഇന്ന് പകൽ ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് കരങ്ങളെ ശക്തിയോടെ അടിച്ച് ഒരുമിച്ച് കരങ്ങളെ തട്ടി വഴിയൊരുക്കുന്നവനാടികൾ എൻ വലം കൈ പിടിച്ചെന്നെ വാടി. ചേർന്ന് വഴിയൊരുക്കുന്നവനാടികൾ എൻ വലം കൈ പിടിച്ചെന്നെ വാടി നടത്തും. എല്ലാ വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി. ചേർന്ന് നിനക്കായി കരുതും അവൻ നല്ലയോ ഹരിച്ച വരികൾ കൂടെ. നിനക്കായി കരുതും
അവൻ നല്ലയോ ഹരി. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, ഒരിക്കൽ കൂടെ ചേർന്ന് വഴിയൊരുക്കും. വഴിയൊരുക്കും അവനാടികളിൽ എൻ വലം കൈ. ആ കണ്ണുകളെ അടച്ചൊരുമിച്ച് പാടി. ഹേ, വഴിയൊരുക്കും അവനാടികളിൽ എൻ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. എല്ലാ വാതിലുകൾ പലതും നടത്തിയിടും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും നടത്തിയിടും, വല്ലവൻ പുതുവഴി നിനക്കായി കരുതും. അവൻ നല്ലയോ ഹരി. ശബ്ദമുയർത്തി. നിനക്കായി കരുതും, അവൻ നല്ലയോ ഹരി. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറും. ഹേ, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. വാനവും ഭൂമിയും മാറിയിടും, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടും, വചനങ്ങൾക്കൊരു. നിനക്കായി നിനക്കായി എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാ. ഒരിക്കൽ കൂടെ ചേർന്ന് യേശുവെ പോലെ. യേശുവെ പോലാരും, എന്റെ യേശുവെ പോലാ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ. കർത്താവേ, ദൈവമായി നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും. ഒരുമിച്ച് പാടി. കർത്താവേ, കർത്താവേ, ഒരുമിച്ച്. നിനക്ക് തുല്യനായി സ്വർഗ്ഗത്തിലും പാടേ. നിനക്ക് തുല്യനായി. യേശുവെ പോലെ, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലെ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരു. ശബ്ദമുയർത്തി. യേശുവെ പോലെ. യേശുവെ പോലെ, എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലെ, യേശുവെ പോലെ. വിശ്വസിക്കുന്നവർ ചേർന്ന് പാടേ. എന്റെ യേശുവെ പോലെ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായി, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായി. ഓ എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ അർപ്പിച്ചേ. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ പാപങ്ങൾ പോകവേ. പാപങ്ങൾ പോക്കവേ, ശാപങ്ങൾ മനിതനെ മനിതനെ
போக்கவை பரலோகம் சேர்த்து சிலுவையை சுமந்தாரையா அவனே. பாவத்தை போக்கவை சாபங்கள் நீக்க பூலோகம் வந்தாரையா. மனிதனை மீட்கவை பரலோகம் சேர்த்து சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா சந்தோஷம். கண்ணீரை துடைத்தார் சந்தோஷம். സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലോ യേശുവെ പോലെ ആരുമില്ല. യേശുവെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലോ നിനക്ക് തുല്യനായ. അല്പനിമിഷം ആഹാരങ്ങളെ പറ്റി യേശുവിനെ പോലെ ആരാധനായി, യേശുവിനെ പോലെ സർവശക്തനായി ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്പനിമിഷം ആഹാരങ്ങളെ പറ്റി വായികളെ തുറന്ന് യേശുവിന് ആരാധന കൊടുക്കാതെ എല്ലാ കണ്ണുകളും അടച്ച് അലക്ഷ്യമായി നിൽക്കാതെ ആത്മാവിൽ ഒരുമിച്ച് ശബ്ദത ഉയർത്തി ഇന്ന് പകരം യേശുവിനെ ഉറക്കെ വിളിക്കുവാൻ കഴിയുമെങ്കിൽ നിന്റെ വിളിപ്പുറത്തിറങ്ങി വരുന്ന ആ യേശുവിന്റെ സ്നേഹത്തെ, അവന്റെ സാന്നിധ്യത്തെ ഇന്ന് പകൽ മനസ്സിലാക്കുന്നവർ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒരുമിച്ച് ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയാ.
ഒരുമിച്ച് എൻ്റെ യേശു, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഒരിക്കൽ കൂടെ ചേർന്നയോളം ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. ചെറുപാടം ഒരുമിച്ച്. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ ഹൃദയത്തിനോടുമാൻ മുറിവിൽ തന്നോടുമാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിനേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. കരങ്ങൾ ഉയർത്തി യേശുവിന് ആരാധന കൊടുത്താട്ടെ. കരങ്ങൾ വീശി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ ജീവിതത്തിൽ നേരെ സ്പർശിച്ച, പിന്നെയും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു വാഞ്ചം നൽകിയ ഒരു കുഞ്ഞനുഭവം പല വേദികളിലും ആവർത്തിച്ച് പറയുവാൻ സ്വർഗം ഭാഗ്യം ഒരുക്കി. എന്ന് പകൽ ഞാനിവിടെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകുമെന്ന് ചേർന്നൊരാമൻ പറഞ്ഞാട്ടെ. ഞങ്ങളുടെ തറവാട്ടിൽ എൻ്റെ മമ്മിക്ക് 4 സഹോദരന്മാരുണ്ട്. അതിലൊരു സഹോദരൻ്റെ മോൻ്റെ പേര് ആശിഷ് എന്നാണ്. അവന് 14 വയസ്സ് പ്രായമുണ്ട്. പ്രസവ സമയത്തിലുണ്ടായ ഒരു വീഴ്ചയിൽ 2 കൈകാലുകളും തളർന്ന് നടക്കുവാൻ പോലും കഴിയാതെ വണ്ണം, ശരിക്കും ഒന്നും സംസാരിക്കാൻ പോലും കഴിയാതെ വണ്ണം ഇന്നും ഞങ്ങളുടെ തറവാട്ടിൽ പാലക്കാട് അവനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വയനാട് ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ തറവാട്ടിൽ ഒന്ന് വിശ്രമിച്ച് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അന്ന് രാത്രിയിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊരു കസേരയിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ഡോർ തുറന്നപ്പോൾ അവനെന്നെ കണ്ടപ്പോൾ ജോയല ചാച്ച തന്നെ വാക്കുകൾ വിൽക്കുന്നു. അവനെ നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ആ ശബ്ദം നന്നായിട്ട് കേൾക്കുവാൻ കഴിയത്തുള്ളൂ, മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. അവനങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്നു. കാരണം എനിക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഓടിച്ചെന്നു. അവന് നന്നായിട്ട് പാടാനൊന്നും അറിയത്തില്ല, പക്ഷേ അവൻ നല്ലൊരു പാട്ടുകാരനാണ്. ഞാൻ ഓടിച്ചെന്നു. നീണ്ട വർഷങ്ങൾ ശേഷമാണ് ഞാൻ അവനെ കാണുന്നത്. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകി. എൻ്റെ അനിയന്മാരിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കുഞ്ഞനിയൻ. അത് കഴിഞ്ഞ് അവനുമായി ചില നിമിഷങ്ങൾ സംസാരിച്ചതിന് ശേഷം അവൻ എന്നോട് പറഞ്ഞു, ജോയല ചാച്ച ഒരു പാട്ട് എനിക്ക് പാടിത്തരാവോ? ഹൃദയത്തിനകത്ത് മറ്റൊരു സൈഡിൽ നിറഞ്ഞ കണ്ണുകളുമായി ഞാൻ അവൻ്റെ മുമ്പിൽ നിന്നു. മോനെ, നിനക്ക് ഏത് പാട്ടാ വേണ്ടേ? ഏത് പാട്ടാ നിനക്കിഷ്ടം? ഒരിക്കൽ പോലും അവൻ്റെ വായിൽ നിന്ന്, അവൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം കുഞ്ഞു തലമുറകൾക്കെല്ലാം സംഗതികളും ശ്രുതികളും താളവും അങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം. പക്ഷേ തളർന്ന് നടക്കുവാൻ പോലും കഴിയാത്ത ആ കുഞ്ഞു വിക്കി പാടി, രോഗശൈലിയിൽ എനിക്ക് വൈദ്യൻ, ശോകവേളയിൽ അവൻ ആശ്വാസകൻ, കൊടുംവയിൽ അതിൽ തണലും അവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. ഈ വരികൾ അവൻ പാടിയപ്പോഴും, ഞാൻ ആ വരികൾ പാടി തുടങ്ങിയപ്പോഴും എൻ്റെ കൂടെ വന്ന സഹോദരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ അവരാരും കരയാതിരുന്നില്ല.
ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മറ്റൊരു സൈഡിൽ മൂലയ്ക്ക് ഒരു പ്രതീക്ഷയോടെ നടക്കുമെന്നൊരു വിശ്വാസത്തോടെ കാത്തു നിൽക്കുന്ന അവൻ്റെ അപ്പനും അമ്മയും തേങ്ങലോടെ കരയുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ എനിക്കൊരു ഉറപ്പും ഒരു വിശ്വാസമുണ്ട്. നാളെയുടെ ദിവസങ്ങളിൽ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു ശുശ്രൂഷകനായി എൻ്റെ കുഞ്ഞനിയനെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഇതിവിടെ കൈമാറിയതിൻ്റെ താല്പര്യം മറ്റൊന്നുമല്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നടക്കുവാൻ കഴിയുമോ എന്നൊരു സംശയം പോലും ഉളവാകുന്ന ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ശബ്ദം എന്നറിയോ? എൻ്റെ കർത്താവിനെ വിടുവിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ യേശു മതി. സന്തോഷം വരുമ്പോൾ യേശുവിനെ തള്ളിക്കളയുന്നത് യേശുവിന് ഒട്ടും ഇഷ്ടമല്ല. സന്തോഷം വരുമ്പോഴും നിരാശകൾ വരുമ്പോഴും ഒറ്റപ്പെടുവൽ വരുമ്പോഴും കണ്ണുനീരിൻ്റെ അനുഭവം വരുമ്പോഴും യേശുവിനെ ഉറക്ക വിളിക്കുവാൻ കഴിയുമെങ്കിൽ അവിടെ എൻ്റെ യേശു ഇറങ്ങി വരും. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നടക്കുവാൻ കഴിയാതെ വണ്ണം ഇന്നും എവിടെയോ ഏതോ ഒരു കോണിൽ നിൽക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൻ്റെ വിശ്വാസം, ആഴമായ സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ മാറ്റിമറിക്കുന്നൊരു ദൈവസാന്നിധ്യം. അവർക്കത് കഴിയുമെങ്കിൽ, അവരെ കൊണ്ടതാവുമെങ്കിൽ ഇന്ന് പകൽ അതിനപ്പുറമായി ആരോഗ്യമുള്ള, ഓടിച്ചാടി നടക്കുവാൻ കഴിയുന്ന, മണിക്കൂറുകൾ സംസാരിക്കുവാൻ കഴിയുന്ന നിങ്ങൾക്ക് യേശുവിനെ സ്തുതിക്കുവാൻ കഴിയും. അതുകൊണ്ട് വളരെ ചുരുക്കം നാളുകൾ മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. വളരെ ചുരുക്കം നാളുകൾ മാത്രം. അത് കഴിഞ്ഞ് നമ്മളെല്ലാം ഇവിടെ വിട്ടു പോകും. നമുക്ക് സ്തുതിക്കുവാൻ, നമുക്ക് ആരാധിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ മാത്രമാണ്. ഇവിടെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, ഇവിടെ മൗനമായിരുന്നു കഴിഞ്ഞാൽ നാളെയുടെ ദിവസങ്ങളിൽ വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. ആരോഗ്യമുള്ളപ്പോൾ യേശുവിനെ സ്തുതിച്ചാട്ടെ. രോഗശയ്യ എനിക്കു വൈദ്യൻ, ശോകവേള ഒരുമിച്ച് പറഞ്ഞാട്ടെ. രോഗശയ്യ എനിക്കു വൈദ്യൻ, ശോകവേള കൊടുമ്പേയതി തണലുമാ എൻ്റെ കൊടുമ്പേയിലതി തണലുമാവേ എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. യേശു 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 യേശുവാരിലും മറിയാവേ യേശു യേശു യേശുവാരി മതിയായവൻ യേശുവാരി മതിയാ